ഹായ്, എവർക്കും അംജദ് എഡ്യൂക്കേറ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് നടന്ന തിയേറ്റർ അസിസ്റ്റൻറ്റ് PSC കേരള പബ്ലിക് സെക്ടർ കമ്മീഷൻ നടത്തിയ തിയേറ്റർ അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എല്ലാ ചോദ്യങ്ങളും ഇല്ല, മാത്സിൻ്റെ ചോദ്യങ്ങളും അവയുടെ 10 ചോദ്യങ്ങളും 10 ഉത്തരങ്ങളുമാണ് പറയുന്നത്. 71ാമത്തെ ക്വസ്റ്റ്യൻ, 1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, 1275 അല്ലേ. n+1/2 എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 15 പോസ്റ്റ് കാർഡിൻ്റെ വില 2.25 രൂപയാണെങ്കിൽ 36 പോസ്റ്റ് കാർഡിൻ്റെ വില എത്രയായിരിക്കും? ഏകദേശം ഒരു സംഖ്യാധാരണ ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാകും. 15-ന് 2.25 റുപ്യാണെങ്കിൽ 36 എണ്ണത്തിന് എത്ര ആയിരിക്കും? 5.4 വരും. പ്രത്യേകം ഗുണിക്കലോ ഹരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. ആ രൂപത്തിൽ നമുക്ക് ചിന്തിച്ചാൽ തന്നെ എന്തെങ്കിലും കിട്ടുന്നൊരു ചോദ്യമാണത്. 73ാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റയാൻ ആര് എന്നുള്ളതാണ്. 2, 3, 5, 7, 8, 11, 13 എന്നീ സംഖ്യകളുടെ ഒറ്റയാൻ. ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്, അഭാജ്യ സംഖ്യകളാണ്. ഈ കാണുന്ന 7, 11, 13 ഒക്കെ 8 മാത്രമേ ഉള്ളൂ ഭാജ്യ സംഖ്യയുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. 74ാമത്തെ ക്വസ്റ്റ്യൻ, 10, 7, 4 അങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു ശ്രേണിയാണ്. എന്ന ശ്രേണിയിലെ 25ാമത്തെ പദം വീണ്ടും കുറഞ്ഞത് എന്ത് ചെയ്യും? 25 പദമൊക്കെ കുറേ മൈനസ് വരും. ഇവിടെ അത് ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സംഖ്യയിലേക്ക് നോക്കുമ്പോൾ തന്നെ മൈനസായി വരുന്നൊരു സംഖ്യ ഓപ്ഷൻ ബി -62 മാത്രമേ ഉള്ളൂ. ഇനി 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്ത പൂർണ്ണവർഗം ആകുമെന്നുള്ളതാണ്. ഉത്തരമായി വരിക ഓപ്ഷൻ ബി ആണ്, 60 കൂട്ടുമ്പോഴാണ്. 4761 59 അല്ലേ, 69 സ്ക്വയറായിട്ട് വരും കേട്ടോ, പൂർണ്ണവർഗമായിട്ട് വരും. ഓക്കെ. 76ാമത്തെ ക്വസ്റ്റ്യൻ, 4 × 5 പ്ലസ് 15 ബ്രാക്കറ്റിൽ 15 + 8 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു -36 ഹരിക്കണം 9 എന്ന ഈ സംഖ്യ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ബോർഡ് ബാൻസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും എന്നുള്ളതാണ്. അതിൽ ഉത്തരമായി വരിക എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 38 ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ, എക്സിൻ്റെ 15% എന്നത് വൈയുടെ 20%-ന് തുല്യമായാൽ XY എത്രയായിരിക്കും, ഇങ്ങനെ ഏത് അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ്. അത് നേരെ എന്ത് ചെയ്യുക? X20-യും Y 15 നേരെ ഉൾട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 5 കൊണ്ട് വെട്ടി ചെറുതാക്കുമ്പോൾ 4:3 എന്ന അനുപാതത്തിൽ നമുക്ക് എന്ത് ചെയ്യും? എത്തിപ്പെടാൻ കഴിയും. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരം. ഇനി 78ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കുന്നുള്ളതാണ്. n-1 അല്ലേ. n-1 പറയുമ്പോൾ 10×9/2 വരും. 90 2 കൊണ്ട് ഹരിക്കുമ്പോൾ 45. ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരും. ഇനി ഇവിടെ പോയിൻ്റൊക്കെ വെച്ചുള്ള സംഖ്യകൾ ക്രിയ ചെയ്ത് കണ്ടെത്താനുള്ളതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? പോയിൻ്റ് ഒഴിവാക്കി ചെയ്യുക. 17 മുകളിൽ കൊടുക്കുക, അതുപോലെ ×28 കൊടുക്കുക, താഴെ 68ഉം 14ഉം കൊടുക്കുക. 14ഉം 28ഉം വെട്ടി ചെറുതാക്കി എന്താകും? 2 മേലെ കിട്ടും. അതുപോലെ 17ഉം 68ഉം വെട്ടി ചെറുതാക്കി അടിയിൽ 4ഉം കിട്ടും. 2/4 1/2 ആയിട്ട് മാറും. പിന്നെ പോയിൻ്റുകൾ നോക്കുമ്പോൾ ഇവിടെ 4 പോയിൻ്റ് വരും അല്ലേ. 4 5 പോയിൻ്റ് വരും. 5 പോയിൻ്റ് മുകളിൽ. ഇവിടെ 6 പോയിൻ്റ് വരും. അപ്പോൾ മുകളിൽ പോയിൻ്റ് കുറവാണ്. ഈ മുകളിലെ കുറച്ച് വാല്യൂ ഉള്ള സംഖ്യയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? 1/2 നമ്മൾ ഉത്തരം വന്നാൽ മുകളിൽ ഒരു 0 കൊണ്ട് കൊടുക്കും. 10/2 ആവും. ഉത്തരമായിട്ട് എന്ത് ചെയ്യും? ഓപ്ഷൻ ബി 5 എന്ന് വരും. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. AYIN BWLM DUOL പിന്നെ ഡാഷ് ഇടുന്നു. അടുത്തത് എന്ത് ചെയ്യും? KQUJ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ അക്ഷരങ്ങളും കൃത്യമായി നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷനായി കിട്ടും. ഓപ്ഷൻ എ ആയിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക്സ്.